നമസ്കാരം. ഇവർക്കിടെ ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ജീനോം സീക്വൻസിംഗുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആർട്ടിക്കിൾ ആണ്. സോ ജീനോം സീക്വൻസിംഗ് എന്ന് പറയുമ്പോൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് നമ്മുടെ സിലബസ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ റീസെന്റ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വാർത്ത ശ്രദ്ധിച്ച് കാണുമായിരിക്കും. നമ്മുടെ കേരളത്തിലെ മങ്കി പോക്സ് അഥവാ എംപോക്സ് ഈ പറഞ്ഞ പോലെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദുബായിൽ നിന്ന് വന്നൊരു വ്യക്തിയുടെ ഈ പറഞ്ഞ പോലെ ഒരു എംപോക്സ് സ്ഥിരീകരിച്ചായിട്ടുള്ള വാർത്തകൾ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്കുള്ള ബെറ്റർ ചികിത്സകൾ നൽകാനായിട്ട് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ എംപോക്സിനെ കുറിച്ചിട്ട് ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടതാണ് ഈ എംപോക്സ് എന്ന് പറയുന്ന ആ ഒരു വൈറൽ ഡിസീസസിന് ബേസിക്കലി പറഞ്ഞ പോലെ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആസ് സച്ച് ഫോർ ദാറ്റ് ആ ഒരു എംപോക്സിനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. നോർമലി പനി അതല്ലെങ്കിൽ അതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന രോഗങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ചികിത്സയാണ് നിലവിൽ അതിന് കൊടുക്കുന്നത്. പക്ഷേ ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നമ്മൾ ആ ഒരു വൈറസിനെ കുറച്ചുകൂടെ ജീനോം സീക്വൻസിങ് നടത്താൻ പോകുന്നു എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും എന്താണ് ജീനോം സീക്വൻസിംഗ് എന്നും അതിലൂടെ ലഭിക്കാൻ പോകുന്നത് മീൻസ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടാൻ പോകുന്നതാണ് മെയിൻലി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ മങ്കി പോക്സ് വൈറസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ആർട്ടിക്കിൾ ഒന്നുകൂടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ദെൻ രണ്ടാമത്തെ ആർട്ടിക്കിൾ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അഥവാ FATF എന്നുള്ള ആർട്ടിക്കിളിനെ കുറിച്ചാണ്. ഈ ഒരു FATF എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ആയിട്ട് FATF എന്താണ്, അതിന്റെ ഒന്ന് രണ്ട് ബ്ലാക്ക് ലിസ്റ്റ്, ഗ്രേ ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റുകളൊക്കെ ഉണ്ട് FATF. ആ ലിസ്റ്റുകളൊക്കെ എന്താണെന്നുള്ളതൊക്കെയാണ് നമുക്ക് വിശദമായിട്ട് അവിടുന്ന് പഠിക്കാനായിട്ടുള്ളത്. ദെൻ മൂന്നാമത് ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഒരുപക്ഷെ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കണ്ടു കാണുമായിരിക്കും. ഹാരപ്പൻ സിവിലൈസേഷന്റെ 100th ആനിവേഴ്സറി ഇയർ ആയിട്ടാണ് ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വരാൻ പോകുന്ന പ്രിലിംസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ അത് ഏൻഷ്യന്റ് ഇന്ത്യ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നാലാമത്തെ ടോപ്പിക് നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണ്. സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ ഈ പറഞ്ഞ പോലെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ UPSCയുടെ മെയിൻസിന്റെ പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇന്നത്തെ പേപ്പറിന് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിവേ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ടെക്നോളജിയുടെ പെർസ്പെക്റ്റീവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂലും ഗവേണൻസ് ആംഗിളിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും നമ്മൾ ആ ടോപ്പിക്കിനെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇത്രയും 4 ടോപ്പിക്സും ഡിസ്കസ് ചെയ്തതിനു ശേഷം ഒരു പ്രിലിംസിന്റെ മോഡൽ MCQ കൂടെ സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ആണ് ജീനോം സീക്വൻസിംഗ് വിൽ ബി ഡൺ ടു ഫൈൻഡ് എംപോക്സ് വൈറസ് സ്ട്രെയിൻ സീസ് കേരള ഹെൽത്ത് മിനിസ്റ്റർ എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓരോ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ അതിനകത്ത് കീ വേർഡുകൾ ഐഡന്റിഫൈ ചെയ്യുക. കാരണം കീ വേർഡുകളാണ് മെയിൻലി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുമ്പോഴേക്കും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് 2 കീ വേർഡുകളാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ഒന്നാമത്തെ കീ വേർഡ് എന്ന് പറയുന്നത് ജീനോം സീക്വൻസിംഗും രണ്ടാമത്തെ കീ വേർഡ് ആണ് എംപോക്സ് വൈറസ് ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇത് രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനുള്ളത്. അതിലേക്കുള്ള ഫസ്റ്റ് വൺ ആണ് ജീനോം സീക്വൻസിംഗ്. ജീനോം എന്താണെന്നുള്ള കാര്യം നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും. ജീനോം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെറ്റ് ഓഫ് DNA ആണ്. നമ്മുടെയൊക്കെ മനുഷ്യ ശരീരത്തിലെ എല്ലാ വിവരങ്ങളും അടങ്ങിയിരിക്കുന്ന ഘടകമാണല്ലോ DNA എന്ന് പറയുകയാണെങ്കിൽ. സോ ആ ഒരു ജീനോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് DNAയുടെ കംപ്ലീറ്റ് സെറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്, ജീനോം എന്ന് വിളിക്കുന്നത്. ആൻഡ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ ജീൻസ് ഓഫ് ആൻ ഓർഗാനിസം. എല്ലാ വിവരങ്ങളും അടങ്ങുന്നതാണ് ജീൻ. അപ്പൊ ഈ ജീനിനകത്ത് ഇതിന്റെ ബേസിസ് ആയിട്ടുള്ള അഡിനിൻ, ക്രിസ്റ്റോസൈൻ, ഗുവാനിൻ, തൈമിൻ തുടങ്ങിയുള്ള ബേസുകളുണ്ട്. ആ ഒരു ബേസുകളെ കൃത്യമായിട്ട് ഫിഗർ ഔട്ട് ചെയ്യുക, അതിന്റെ ഓർഡർ ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ജീനോം സീക്വൻസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ജീനോം സീക്വൻസിംഗ് നടത്തി കഴിയുമ്പോഴേക്കും ആ ഒരു ഓർഗാനിസത്തിന്റെ കൃത്യമായിട്ടുള്ള DNA വിവരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് പ്രധാനമായിട്ടും നമുക്ക് മെഡിക്കൽ ഫീൽഡുകളിൽ എസ്പെഷ്യലി ഈ ഡിസീസുകളൊക്കെ തന്നെ ടാക്കിൾ ചെയ്യാനായിട്ട് മരുന്നുകൾ നിർമ്മിക്കുന്നതിന്റെ ഒക്കെ വേളയിൽ അല്ലെങ്കിൽ വാക്സിൻസ് നിർമ്മാണത്തിനൊക്കെ നമുക്ക് ഈ ജീനോം സീക്വൻസിങ് ആവശ്യം. ബിക്കോസ് ആ ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ആ വൈറൽ ഓർഗാനിസത്തെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് അറിവ് കിട്ടിയെങ്കിലേ ഉള്ളൂ അതിനെ പരിഹരിക്കാനായിട്ടുള്ള മരുന്നുകളൊക്കെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയാണെങ്കിലും നമുക്കറിയാം മങ്കി പോക്സ് വൈറസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇതിനൊരു സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ സ്പെസിഫിക് വാക്സിൻ ഒന്നും തന്നെ ഇല്ല. കാരണം ഇതിന്റെ സ്ട്രെയിനോ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിലേക്കാണ് ഇപ്പൊ നമ്മൾ കേരള ഈ പറഞ്ഞ പോലെ ആ ഒരു ജീനോം സീക്വൻസിംഗ് നടത്താൻ പോകുന്നു. ആ ഒരു വൈറസിന്റെ അല്ലെങ്കിൽ ആ എംപോക്സ് വൈറസിന്റെ കൃത്യമായിട്ടുള്ള ജീനോം സീക്വൻസിംഗ് നടത്തി കൃത്യമായിട്ടും ആ ഒരു വൈറസ് ഡിസീസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു മനസ്സിലാക്കിയിട്ട് ഒരു എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അത്രയൊരു എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് കൊടുത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ പേഷ്യൻസിനൊക്കെ തന്നെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അത്രത്തോളം ഈ പറഞ്ഞ ഡെഡ്ലി ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് ഈ ഒരു എംപോക്സ് വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പേഷ്യൻസിനെ സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ എന്താണ് ജീനോം സീക്വൻസ് എന്ന് അറിഞ്ഞിരിക്കുക. ജീനോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA യുടെ കളക്ഷൻ, കംപ്ലീറ്റ് സെറ്റിനെയാണ് നമ്മൾ ജീനോം എന്ന് വിളിക്കുന്നത്. ആ DNA
എൽ തന്നെയുള്ള ബേസുകളായ അഡെനിൻ, സൈറ്റോസിൻ, ഗുവാനൈൻ, തൈമിൻ ഇവയുടെ ഓർഡറിനെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ജീനോം സീക്വൻസിംഗ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജീനോം സീക്വൻസിംഗ് നടത്തി കഴിയുമ്പോഴേക്കും ആ ഓർഗനിസത്തിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിപ്പോൾ ഒരു വൈറൽ ഡിസീസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. അത്രയും പോയിന്റാണ് ജീനോം സീക്വൻസിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നെ രണ്ടാമതും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ലൈഡിലെ കാര്യങ്ങളാണ്. കാരണം നമ്മൾ ജീനോം സീക്വൻസിംഗും ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഇത് രണ്ടും സെയിം ആണെന്ന് ഓർത്തേക്കാം, പക്ഷെ രണ്ടും ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. ജീനോം സീക്വൻസിംഗ് ആണ് ഇപ്പൊ നമ്മൾ നിലവിൽ പറഞ്ഞത്. ആ ഒരു ഓർഡർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്, ആ ഒരു അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിന്റെ ഒക്കെ തന്നെ ഓർഡർ കൃത്യമായിട്ടും DNA-ലോ RNA മോളിക്കുകളിലോ കൃത്യമായിട്ട് ഐഡന്റിഫൈ എന്നുള്ളതാണ് ജീൻ സീക്വൻസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മൾ DNA-യുടെ സ്ട്രക്ചറിൽ മോഡിഫിക്കേഷൻസ് മാറ്റുക, അതായത് മീൻസ് ചെറിയ വേണ്ടാത്ത എന്തെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്തുക തുടങ്ങിയ കാര്യത്തിനാണ് നമ്മൾ ജീൻ എഡിറ്റിംഗ് എന്നുള്ള ബേസിക്കലി പറയുന്നത്. ഇപ്പൊ ഇവിടെ പർപ്പസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീൻ സീക്വൻസിംഗിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ഒബ്റ്റെയിൻ ദ കംപ്ലീറ്റ് ഓർ പാർഷ്യൽ സീക്വൻസ് ഓഫ് എ ജീൻ, എ സെറ്റ് ഓഫ് ജീൻ ഓർ എൻ എൻറ്റയർ ജീനോമിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ജീനോം സീക്വൻസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡ് ചേഞ്ചസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ജനറ്റിക് ഡിഫക്റ്റുകൾ കറക്റ്റ് ചെയ്യുക, ജീൻ എക്സ്പ്രഷൻസ് മോഡിഫൈ ചെയ്യുക തുടങ്ങിയതൊക്കെയാണ് ജീൻ എഡിറ്റിംഗിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കുകളിലും വ്യത്യാസമുണ്ട്. നമ്മൾ ക്രിസ്പർ Cas9 എന്നൊക്കെ പറഞ്ഞാൽ ഇതിനു മുമ്പ് UPSC നമുക്ക് പ്രിലിംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ക്രിസ്പർ Cas9 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീൻ എഡിറ്റിംഗ് ടൂളുകളാണ്. എന്നാൽ സാഞ്ചർ സീക്വൻസിംഗ്, നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിംഗ് തുടങ്ങിയതൊക്കെയാണ് ജീൻ സീക്വൻസിംഗിന്റെ, ജീനോം സീക്വൻസിംഗിന്റെ മെത്തേഡുകളായിട്ടുള്ള ടെക്നിക്സ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. ജീൻ എഡിറ്റിംഗിന്റെയാണ് ക്രിസ്പർ Cas9, സിങ്ക് ഫിംഗർ ന്യൂക്ലിയസസ്, ടാലൻസ് തുടങ്ങിയ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രിലിംസിനൊക്കെ തന്നെ റീസെന്റ് സീൻ ന്യൂസ് ക്രിസ്പർ Cas9, സിങ്ക് ഫിംഗർ ന്യൂക്ലിയസസ് ആർ റിലേറ്റഡ് വിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. ആ റിലേറ്റഡ് വിത്ത് എന്ന് പറഞ്ഞ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആൻസർ ജീൻ എഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ക്രിസ്പർ Cas9, സിങ്ക് ഫിംഗർ ന്യൂക്ലിയസ് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്തിരുന്നേക്കാം. സോ പിന്നെ ഇതിനകത്ത് മോഡിഫിക്കേഷൻസ് കാര്യം പറയുവാണെങ്കിൽ ജീൻ സീക്വൻസിങ്ങിനകത്ത് നമ്മൾ ഡയറക്ട്ലി മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യുന്നില്ല. മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് ചെയ്യുന്ന എവിടെ മാത്രമാണ് ജീൻ എഡിറ്റിംഗിന്റെ കാര്യത്തിലാണെന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത്രയും കാര്യമാണ് ആ ജീൻ സീക്വൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി അടുത്തതാണ് ആ എംപോക്സ് വൈറസിനെ കുറിച്ചിട്ട് കുറച്ച് വിവരങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ബിക്കോസ് എംപോക്സ് ഒരു വൈറൽ സൂനോട്ടിക് ഡിസീസ് ആണ്, വൈറൽ ഡിസീസ് ആണ്. സൂനോട്ടിക് എന്ന് പറയുമ്പോഴേക്കും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ളവയാണ് ഈ സൂനോട്ടിക് ഡിസീസുകൾ എന്ന് പറയുമ്പോൾ. ഇത് ഈ പറഞ്ഞ പോലെ മങ്കീസ് എന്നൊക്കെ തുടക്ക കാലഘട്ടത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന കണ്ടെത്തിയതിന് പേരിലാണ് ഇതിന്റെ മങ്കി പോക്സ് വൈറസ് എന്ന് ബേസിക്കലി ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് മങ്കീസിൽ നിന്ന് മാത്രമേ ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. ഇറ്റ്സ് വൈറൽ സൂനോട്ടിക് ഡിസീസ് ആണ്. ഈ പറഞ്ഞ പോലെ ഇത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാൻ സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷനും ഇതിനകത്ത് പോസിബിൾ ആണ്. ഫസ്റ്റ് ഹ്യൂമൻ കേസ് ഓഫ് എംപോക്സ് റെക്കോർഡ് ചെയ്തത് 1970-ലാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ DRC-ലാണ് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കേസ് റെക്കോർഡ് ചെയ്തപ്പെട്ടത്. ഇതിന്റെ സിംറ്റംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ഫീവർ, ഹെഡ് ഏക്ക്, മസിലേക്ക്, അത് നമുക്ക് പനിയൊക്കെ വരുന്ന പോലെ തന്നെ ഒരു സിംറ്റംസാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ പനിയായിട്ട് ഇതിനെ അവഗണിച്ച് കളയും. അതാണ് ഇതിന് മറ്റൊരു പ്രശ്നം. ഒരു പ്രത്യേകമായിട്ടുള്ള സൈനോ സിംറ്റംസ് ഒന്നും തന്നെ ചിലപ്പോൾ കണ്ടെന്ന് വന്നേക്കത്തില്ല. ചില വ്യക്തികളിൽ സ്കിൻ റാഷസ് പോലെ തൊലിയുടെ പുറത്ത് ചെറിയ രീതിയിലുള്ള കുമിളകൾ പോലെ ചിലപ്പോൾ കാണപ്പെടാറുണ്ട്. അല്ലെങ്കിൽ മ്യൂക്കോസൽ ലെഷൻസ് പോലെ അങ്ങനെ ചെറിയ കുമിളകൾ പോലെ കാണപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ചില വ്യക്തികളിൽ ഇത് 2 മുതൽ 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന പനി, ഹെഡ് ഏക്സ്, മസിൽ ഏക്സ്, ബാക്ക് പെയിൻ തുടങ്ങിയതൊക്കെ ആയിട്ടാണ് പലപ്പോഴും കാണപ്പെടാറുള്ളത്. എനിവേ ഇതിനകത്ത് ട്രാൻസ്മിഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്, ആനിമൽ ടു ഹ്യൂമനും ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ പോസിബിൾ എന്ന് പറഞ്ഞാൽ ക്ലോസ് കോൺടാക്ട്, ഫേസ് ടു ഫേസ് കോൺടാക്ട്, സെക്ഷൽ കോൺടാക്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ടാമിനേറ്റഡ് ക്ലോത്തിങ്, വെഡിങ്ങിലൊക്കെയൊക്കെയാണ്, ബോഡി ഫ്ലൂയിഡിലൂടെയൊക്കെയാണ് ഇത് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ വരുന്നത്. അത് ഏറ്റവും ഇതിനെ ഡെഡ്ലി വൈറസ് ആക്കി മാറ്റുന്നതിന് പ്രശ്നം ഇതാണ്. ട്രീറ്റ്മെന്റ് കാര്യത്തിൽ പറയുകയാണെങ്കിൽ നോ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ആണ്, ഇതിന്റേതായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. എയർലി ആൻഡ് സപ്പോർട്ടീവ് കെയർ കൊടുക്കുക, സിംറ്റംസ് മാനേജ് ചെയ്യുക, ഫർദർ ഓൺ പ്രോബ്ലംസ് കുറയ്ക്കുക എന്നത് മാത്രമാണ് നിലവിൽ ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ ആ ട്രീറ്റ്മെന്റ് കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കാനായിട്ടാണ് നമ്മൾ ഈ എംപോക്സ് വൈറസിന്റെ ജീനോം സീക്വൻസിംഗ് നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് മെയിൻലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കാരണം അത്തരത്തിൽ ജീനോം സീക്വൻസിംഗ് നടത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് അസുഖത്തിനെ പറ്റി ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്ക് മാക്സിമം പ്രൊവൈഡ് ചെയ്യാനായിട്ടും ആ പേഷ്യൻസിനെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കാനുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. India should increase court system capacity, says ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, FATF. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കീവേഡ് എന്ന് ചോദിച്ചാൽ FATF ആണ്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആണ്. നമുക്ക് പ്രിലിംസിനൊക്കെ വളരെയധികം ആവശ്യം വരുന്ന ഒരു ടോപ്പിക്കാണിത്. ഇന്റർനാഷണൽ ബോഡിയാണ്. സോ അത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. സോ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇന്റർ ഗവൺമെന്റൽ പോളിസി മേക്കിംഗ്. ഇന്റർ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിലെ സർക്കാർ കൂടി ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന ഒരു ബോഡി എന്നുള്ളതാണ്. ഇവർ പ്രധാനമായിട്ടും നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ടു കോംബാറ്റ് മണി ലോണ്ടറിംഗ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിംഗ്. കള്ളപ്പണങ്ങളും അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളതാണ് ഈ മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്ക് ലീഗൽ സോഴ്സിലൂടെ അല്ലാതെ, മീൻസ് നമുക്ക് സോഴ്സ് വെളിപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിൽ നമ്മൾ അക്വയർ ചെയ്യുന്ന പണത്തിനൊക്കെയാണ് ഇത്തരത്തിൽ മണി ലോണ്ടറിംഗിലൂടെ നമ്മളത് ലീഗൽ മണിയാക്കി മാറ്റുന്നത്. അത് പലപ്പോഴും ഈ പറഞ്ഞ
ഡ്രഗ് സെയിൽ മുഖാന്തരം അല്ലെങ്കിൽ കിഡ്നാപ്പിംഗ് അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഇല്ലീഗൽ ആയിട്ടുള്ള ബേസിലൂടെ നമ്മൾ അക്വയർ ചെയ്യുന്ന മണിയെ ഈ പറഞ്ഞ നമ്മൾ ഒരു വൈറ്റ് മണിയാക്കി അല്ലെങ്കിൽ ലീഗൽ മണിയാക്കി മാറ്റുന്നതാണ് ഈ മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പൈസ മിക്കവാറും ചെന്ന് എത്തി നിൽക്കുന്നത് ലാസ്റ്റ് ചെന്ന് എത്തി നിൽക്കുന്ന ടെററിസ്റ്റ് ഫിനാൻസിംഗിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇത്തരത്തിൽ മണി ലോണ്ടറിംഗും ടെററിസ്റ്റ് ഫിനാൻസിംഗും കോമ്പാറ്റ് ചെയ്യുക, തടയുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഇവിടെ രംഗത്തേക്ക് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. 1989 ഇത് രൂപപ്പെട്ടത്. G7 സബ്മിറ്റ്, അന്നത്തെ G7 സബ്മിറ്റിൽ പാരീസിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ബോഡി രൂപീകരിക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വരുന്നത്. പിന്നീട് 2001 ഇതിനകത്തോട് ഈ പറഞ്ഞ പോലെ നമ്മൾ ടെററിസ്റ്റ് ഫിനാൻസിംഗിന്റെ ഇതിന്റെ ഒബ്ജക്റ്റീവ് ആഡ് ചെയ്തത്. അത്ര നാളും 1989 സ്റ്റാർട്ട് ചെയ്തപ്പോൾ മണി ലോണ്ടറിംഗ് തടയുക എന്ന് മാത്രമായിരുന്നു. പിന്നീട് 2001 ഇതിനകത്ത് ഏതും കൂടെ ഒബ്ജക്റ്റീവ് കയറി വന്നത്, ടു സ്റ്റോപ്പ് ടെററിസ്റ്റ് ഫിനാൻസിംഗ് കൂടെ കയറി വന്നത്. ഈ ഒരു ബോഡിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന പാരീസിലാണ്, ഫ്രാൻസിലെ പാരീസിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത്. ഇനി അടുത്ത മെയിലിൽ നോക്കട്ടെ, ഇങ്ങനെ ഒരു ബോഡീസ് ഒക്കെ പഠിക്കുമ്പോൾ ഇന്ത്യ അതിനകത്ത് മെമ്പർ ആണെന്ന് പഠിച്ചിരിക്കണം. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വാർത്ത വരാൻ ചാൻസ് വന്നതുകൊണ്ട് തന്നെ അതിനകത്ത് ഒബ്വിയസ്ലി ഇന്ത്യ ഒരു മെമ്പർ ആയിരിക്കണം. പ്രധാനപ്പെട്ട ബോഡീസിലൊക്കെ തന്നെ ഏറെക്കുറെ ഇന്ത്യ മെമ്പർ കൂടിയാണ്. ഇന്ത്യ മെമ്പർ ആയത് 2010. അപ്പം ഇങ്ങനെ ചോദിക്കാം, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഒരു ഫൗണ്ടിംഗ് മെമ്പർ ആയിരുന്നോ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ബിക്കോസ് ഫൗണ്ട് ചെയ്ത് 1989 അന്ന് ഇന്ത്യ ഇതിൽ മെമ്പർ അല്ല. 2010 ഇന്ത്യന്റെ മെമ്പർ ആയെന്നുള്ള കാര്യം ഓർക്കുക. 39ഓളം രാജ്യങ്ങൾ ഇപ്പൊ നിലവിലെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ദെൻ ഇവർ പബ്ലിഷ് ചെയ്യുന്ന 2 ലിസ്റ്റുകളാണ് ഗ്രേ ലിസ്റ്റും ബ്ലാക്ക് ലിസ്റ്റുകളും. ഓക്കെ, ഈ 2 ലിസ്റ്റുകൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ബ്ലാക്ക് ലിസ്റ്റിനെ കുറിച്ച് പറയാം. ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒബ്ജക്റ്റീവ് എന്താ, ഫിനാൻഷ്യൽ ഈ പറഞ്ഞ പോലെ ടെററിസ്റ്റ് ഫിനാൻസിംഗും തടയുക, മണി ലോണ്ടറിംഗും തടയുക. എന്നാൽ ഏതെങ്കിലും രാജ്യങ്ങളിൽ വളരെ സ്മൂത്ത് ആയിട്ട് ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് മണി ലോണ്ടറിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ടെററിസ്റ്റ് ഫിനാൻസിംഗ് ഒന്നും ഒരു തടസ്സമില്ല, അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളെയാണ് നമ്മൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ റെഗുലർലി ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയാ മണി ലോണ്ടറിംഗ് ആക്ടിവിറ്റീസും ടെറർ ഫണ്ടിങ്ങും ഒക്കെ തന്നെ നടക്കുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ബ്ലാക്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രേ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോട്ടപ്പുള്ളികളാണ്. മീൻസ് ആദ്യം മിക്കവാറും ഇവരെ ഗ്രേ ലിസ്റ്റിനകത്താണ് ഉൾപ്പെടുത്തുന്നത്. അതായത് നിങ്ങളുടെ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, നിങ്ങൾ അത് മോണിറ്റർ ചെയ്യണം, എന്നിട്ട് തടയണം എന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് ആ രാജ്യത്തിനെ പിടിച്ചിട്ട് ഗ്രേ ലിസ്റ്റിലാക്കുന്നത്. ആ മുന്നറിയിപ്പ് കൊടുത്തിട്ട് ഇവരൊന്നും ചെയ്തില്ല എങ്കിലാണ് ആ ഗ്രേ ലിസ്റ്റിൽ നിന്ന് ഇവരെ എങ്ങോട്ടേക്ക് മാറ്റും, ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തും. ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ IMFും വേൾഡ് ബാങ്കും അല്ലെങ്കിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പോലെയുള്ള രാജ്യങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, ഇവരാരും തന്നെ ആ രാജ്യങ്ങൾക്ക് ഫണ്ട് കൊടുക്കത്തില്ല. അതാണ് ബ്ലാക്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് കഴിഞ്ഞ പ്രശ്നം. ബ്ലാക്ക് ലിസ്റ്റ് ഏതെങ്കിലും രാജ്യം ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേൾഡ് ബാങ്കിൽ നിന്നോ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADBയിൽ നിന്നോ ഒന്നും തന്നെ ഇവർക്ക് ഫണ്ട് പിന്നെ കിട്ടാതിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ സഹിയായിട്ട് ലാസ്റ്റ് ഇവർ ഈ പറഞ്ഞ പോലെ മണി ലോണ്ടറിംഗിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, മീൻസ് അതിനെ തടയാനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ പതുക്കെ അവർക്ക് രക്ഷപ്പെടാം. ആ ലിസ്റ്റിൽ നിന്നും, ആ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ വേൾഡ് ബാങ്കും IMF ഒക്കെ തന്നെ ഇവർക്ക് ആവശ്യമെങ്കിൽ പൈസ കൊടുക്കാനായിട്ടൊക്കെ തയ്യാറാകും. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ആദ്യം മിക്കവാറും ഗ്രേ ലിസ്റ്റ് ആയിരിക്കും. അവിടെ നിന്ന് പിന്നെ സഹകരിക്കുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോഴാണ് ആ രാജ്യങ്ങൾ എങ്ങോട്ടേക്ക് മാറുന്നത്, ബ്ലാക്ക് ലിസ്റ്റിലോട്ട് ഉൾപ്പെടുത്തുന്നത്. നിലവിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെ രാജ്യങ്ങളാണ് FATFന്റെ ബ്ലാക്ക് ലിസ്റ്റിനകത്തുള്ളത്. 3 രാജ്യങ്ങളാണുള്ളത്: നോർത്ത് കൊറിയ, ഇറാൻ, മ്യാൻമാർ. പറഞ്ഞേക്കരുത്, നോർത്ത് കൊറിയയും ഇറാനും മ്യാൻമാറുമാണ് നിലവിൽ FATFന്റെ ബ്ലാക്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങൾ. ഇന്ത്യയൊക്കെ ഫസ്റ്റ് ക്ലാസ് ലിസ്റ്റിനകത്താണ്. ബിക്കോസ് ഇതിനകത്തൊന്നും ഇല്ല. ഇന്ത്യ അത്യാവശ്യം പറഞ്ഞാൽ നമുക്കറിയാം മണി ലോണ്ടറിംഗും എല്ലാ കാര്യങ്ങളും തടയാനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ മണി ലോണ്ടറിംഗ് കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടി നമുക്കൊരു ഏജൻസി തന്നെയുണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മണി ലോണ്ടറിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ തടയാൻ വേണ്ടിയുള്ള ബോഡീസ് തന്നെയാണ്. സോ നേരത്തെ നമ്മൾ പറഞ്ഞാണ് FATFന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാലുള്ള കോൺസിക്വൻസസ് ആണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും വേൾഡ് ബാങ്കും IMFും യൂറോപ്യൻ യൂണിയനും ഒന്നും തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് പിന്നെ ഫിനാൻഷ്യൽ എയ്ഡോ ഒന്നും തന്നെ കൊടുക്കാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും പിന്നെ അവർ പൈസ ഇല്ലാതെ വരുമ്പോഴേക്കും ലാസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും, അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം, പിന്നെ ഇതിൽ നിന്ന് ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് സാധിക്കും. അത്രയും കാര്യങ്ങൾ ഓർക്കുക. പക്ഷേ ഇതാണ് FATFന്റെ എക്സാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ആ വാർത്ത കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. എക്സാം ആയിട്ട് ഈ ടോപ്പിക് എത്ര നോക്കിയിരിക്കാം. ഇന്ത്യ ഷുഡ് ഇൻക്രീസ് കോർട്ട് സിസ്റ്റം കപ്പാസിറ്റി സെയ്സ് FATF. അതായത് ഇന്ത്യയിൽ നിലവിൽ നമ്മൾ പറഞ്ഞല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ട്. ഈ ED കേസ് എടുക്കുന്നതൊക്കെ തന്നെ നമ്മൾ ലാസ്റ്റ് സുപ്രീം കോടതിയിലൊക്കെ തന്നെ കേസ് വാദിക്കാൻ പോകുമല്ലോ. അവിടങ്ങളിൽ നിലവിൽ ഇത്തരത്തിൽ മണി ലോണ്ടറിംഗ് ആക്ടിവിറ്റീസ് ആയിട്ട് എടുത്തിരിക്കുന്ന കേസുകളിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുന്നില്ല. ബിക്കോസ് ഒരുപാട് പെൻഡിങ് കേസുകളാണ് സുപ്രീം കോടതിയിലുള്ളത്. ഇത്തരത്തിൽ പെൻഡിങ് കേസുകൾ ഒരുപാടുള്ളത് കാരണം കൃത്യസമയത്ത് ഇത്തരത്തിൽ മണി ലോണ്ടറിംഗ് കേസുകളിലൊന്നും വിധി പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല. ഇത് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നിരന്തരം ഇവിടെ വരാനായിട്ട് ഇടയാക്കും. ബിക്കോസ് കേസ് പിടിച്ചാലും അതിനകത്ത് വാദം വരാനായിട്ടും അല്ലെങ്കിൽ അതിന് പറഞ്ഞ പോലെ ശിക്ഷ വിധിക്കാനായിട്ടൊക്കെ ഒരുപാട് കാലതാമസം എടുക്കുന്നു. അതിനെയാണ് ഇപ്പൊ FATF പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയുടെ കോർട്ട് സിസ്റ്റം കപ്പാസിറ്റി മീൻസ് കൂടുതൽ കേസുകൾ കൈകാര്യം ചെയ്യണം, കൂടുതൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റുകൾ നടത്തണം, കൃത്യമായിട്ട് കേസുകൾ ഈ പറഞ്ഞ കൃത്യസമയത്ത് വിധികൾ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ FATF ഇന്ത്യയോടായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ ഷുഡ് ഇൻക്രീസ് കോർട്ട് സിസ്റ്റം കപ്പാസിറ്റി. പക്ഷേ എക്സാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് മെയിൻലി വേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ച FATFന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. FATF എന്നാണ് രൂപീകരിച്ചത്? ഇന്ത്യയുടെ ഫൗണ്ടിംഗ് മെമ്പർ ആയിരുന്നു. ഫൗണ്ടിംഗ് മെമ്പർ അല്ല, 2010 ഇന്ത്യയുടെ മെമ്പർ ആയത്. എന്താണ് ബ്ലാക്ക് ലിസ്റ്റ്, എന്താണ് ഗ്രേ ലിസ്റ്റ്, ഏതൊക്കെ രാജ്യങ്ങളാണ് ബ്ലാക്ക് ലിസ്റ്റിനകത്ത് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരുന്നേക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് പോവുകയാണ്. ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്.
ഹാരപ്പൻ സിവിലൈസേഷൻ എനിഗ്മ റിമെയിൻസ് ഈവൻ ആഫ്റ്റർ 100 years ഓഫ് എക്സ്പ്ലോറേഷൻ എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കി ഹാരപ്പൻ സിവിലൈസേഷൻ എനിഗ്മ എന്നുള്ള കീവേഡ് ആണ് ഇരിക്കുന്നത്. എനിഗ്മ എന്ന് പറഞ്ഞ കൺഫ്യൂഷൻസ്, അതായത് 100 വർഷമായി എക്സ്പ്ലോറേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ട് 100ഓളം വർഷങ്ങൾ എടുത്തു. ഇപ്പോഴും നിലവിൽ പറയുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൺഫ്യൂഷൻസ് നമ്മൾ ഇന്ന് മാറിയിട്ടില്ല. അതായത് പ്രോപ്പർ ആയിട്ട് പറയുവാണെങ്കിൽ അവരുടെ ഹാരപ്പൻ സിവിലൈസേഷന്റെ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഡെസിഫർ ചെയ്തെടുക്കാനായിട്ട് കംപ്ലീറ്റ്ലി ഡിസിഫർ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയാ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹെഡ്ലൈൻ വന്നിരിക്കുന്നത്, ഹാരപ്പൻ സിവിലൈസേഷൻ എനിഗ്മ റിമെയിൻസ് ഈവൻ ആഫ്റ്റർ 100 years ഓഫ് എക്സ്പ്ലോറേഷൻ. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത് ഹാരപ്പൻ സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ നമുക്കറിയാം. പ്രധാനപ്പെട്ട ഇവരുടെ ലൊക്കേഷൻസ് ഒക്കെയാണ് നമ്മുടെ മോഹൻജദാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോഥൽ തുടങ്ങിയതൊക്കെ തന്നെ ഹാരപ്പൻ സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട സെന്റേഴ്സ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഈ പറഞ്ഞ പോലെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഫീച്ചേഴ്സ് നോക്കിയിരിക്കുക. അപ്പം ഇൻഡസ് വാലി അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് ദ ഫസ്റ്റ് അർബൻ സിവിലൈസേഷൻ സൗത്ത് ഏഷ്യ തന്നെ ഫസ്റ്റ് അർബൻ സിവിലൈസേഷൻ ആണ് ഇത് ഇൻഡസ് വാലി ഓർ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുവാണെങ്കിൽ. ഇത് മെസപ്പൊട്ടോമിയ ഈജിപ്റ്റ് സിവിലൈസേഷനുമായിട്ട് കോ എക്സിസ്റ്റ് ചെയ്തതും കൂടിയായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഒക്കുപ്പൈഡ് ലാർജസ്റ്റ് ഏരിയ. അപ്പൊ 3 സിവിലൈസേഷൻ പ്രധാനപ്പെട്ട ഒരേ ടൈമിൽ തന്നെ വന്നിട്ടുണ്ട്. മെസപ്പൊട്ടോമിയ, ഈജിപ്റ്റ്, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ. ഇത് തന്നെ ഫസ്റ്റ് അർബൻ സിവിലൈസേഷൻ സൗത്ത് ഏഷ്യ ആണ് ഏത് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയും. എന്നാൽ ഈ മൂന്നിൽ വെച്ചിട്ടും ഏറ്റവും ലാർജസ്റ്റ് ഏരിയയിൽ ഒക്കുപ്പൈ ചെയ്ത സിവിലൈസേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് നോക്കേണ്ടത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാരപ്പൻ സിവിലൈസേഷനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് ചോദിച്ചാൽ ആർക്കിടെക്ചർ ആണ്. ആർക്കിടെക്ചർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ പാറ്റേൺ ഓഫ് ഹൗസസിന്റെ പാറ്റേൺ, അല്ലെങ്കിൽ അവരുടെ റോഡുകൾ, സ്ട്രീറ്റുകളിലൊക്കെ പാറ്റേൺ ആണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള. ഹൗസുകളുടെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ മിനി സിറ്റീസ്, ഇൻഡസ് വാലി സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട സിറ്റികളിലൊക്കെ തന്നെ പ്രധാനമായിട്ട് 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഒന്ന് സിറ്റാഡലും മറ്റേ ലോവർ ടൗണും. സിറ്റാഡൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ അവിടെ കൂടുതലും അവിടുത്തെ പ്രധാന വ്യക്തികളൊക്കെ തന്നെ അലങ്കരിച്ചിരിക്കുന്ന ഏരിയാസ് ആണ് ഈ സിറ്റാഡലൊക്കെ ആയിട്ട് ബേസിക്കലി അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതായത് ഇപ്പം എന്താ പറയാ, മെയിൻലി ചീഫ് സ്ട്രക്ചേഴ്സ്, ഗ്രേറ്റ് ബാത്ത്, വെയർ ഹൗസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും ആ ഒരു സിറ്റാഡലിന്റെ ഭാഗമായിട്ട്, ഫോർട്ടിഫൈഡ് സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് അവിടങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പാറ്റേൺ ഓഫ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റീസുകളൊക്കെ തന്നെ 2 ഭാഗങ്ങളായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് സിറ്റാഡലും പിന്നെ രണ്ടാമത്തെ ലോവർ ടൗൺ ആയിട്ട്, അപ്പർ ആയിട്ടുള്ള റേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ആയിരുന്നു പലപ്പോഴും സിറ്റാഡൽ രൂപത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇനി രണ്ടാമതായി അടുത്ത് നോക്കുവാണെങ്കിൽ പാറ്റേൺ ഓഫ് സ്ട്രീറ്റുകൾ, അവിടുത്തെ സ്ട്രീറ്റുകളിലൊക്കെ പാറ്റേൺ നമ്മൾ പരിശോധിക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നത് റൈറ്റ് ആംഗിളിലാണ്. ഇപ്പം നമ്മുടെ നിലവിൽ നമ്മുടെയൊക്കെ നാട്ടിലെ റോഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലൊക്കെ ആയിരിക്കും കട്ട് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ പ്രത്യേകത അന്ന കാലഘട്ടത്തിൽ തന്നെ ഏകദേശം 100 years മുമ്പാണ് എക്സ്കവേറ്റ് ചെയ്തത്. അതിനും വളരെ കാലഘട്ടം മുമ്പ് തന്നെ അവിടുത്തെ സ്ട്രീറ്റുകളും റോഡുകളൊക്കെ തന്നെ കൃത്യമായിട്ടും അലൈൻഡ് ആയിട്ടായിരുന്നു, സ്ട്രെയിറ്റ് ആയിരുന്നു റോഡുകൾ. അതും ഈ പറഞ്ഞ പോലെ ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനുകളൊക്കെ കറക്റ്റ് റൈറ്റ് ആംഗിളിലൊക്കെ ആയിരുന്നു 2 റോഡുകൾ ഒരു ജംഗ്ഷനിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തന്നെ. പിന്നെ റോഡുകളൊക്കെയാണ് അല്ലെങ്കിൽ വീടുകളൊക്കെയാണ് ബേൺഡ് ബ്രിക്സ് കൊണ്ടൊക്കെ തന്നെ നിർമ്മിച്ചവയായിരുന്നു എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഡ്രെയിനേജ് സിസ്റ്റം. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ തന്നെ വളരെയധികം പോരായ്മകൾ നമുക്ക് ഉള്ളതായിട്ട് അറിയാൻ പറ്റും. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ പോലും ഡ്രെയിനേജ് സിസ്റ്റം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡസ് വാലി കാലഘട്ടത്തിൽ ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മിക്ക വീടുകളിലും ഈ പറഞ്ഞ പോലെ കണക്റ്റഡ് ആയിരുന്നു. മീൻസ് അവിടുത്തെ ഡ്രെയിനേജ് വാട്ടേഴ്സ് ഒക്കെ ഒഴുകി പോകാനായിട്ട്, കോമൺ ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്ക് ഒഴുകി പോകാനായിട്ട് ഇതെല്ലാം കണക്റ്റഡ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇവിടുത്തെ ബെറിയൽ സൈറ്റുകൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ നമ്മൾ ഈജിപ്തിലൊക്കെ മമ്മീസിനൊക്കെ നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടങ്ങളിലും ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ശവകുടീരങ്ങളിൽ അടക്കം ചെയ്യുമ്പോഴേക്കും അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ തന്നെ അവരുടെ ആഫ്റ്റർ ലൈഫിൽ അവർക്ക് വീണ്ടും അത് ആവശ്യമായിട്ട് വരും എന്നുള്ളത് പരിഗണിച്ചിട്ട് മമ്മീസിനൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം ചേർന്നിട്ടാണ് ഈ ബെറി ചെയ്യുന്നത്. അത്തരത്തിലുള്ള ബെറിയൽ സിസ്റ്റം ആയിരുന്നു ഹാരപ്പൻ സൈറ്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ ഡെഡ് വെർ ജനറലി ലെയ്ഡ് ഇൻ പിറ്റ്സ് ആയിരുന്നു, കുഴികളിലായിരുന്നു ലേ ചെയ്തിരുന്നത്. ആൻഡ് സം ഗ്രേവ്സ് കണ്ടെയ്ൻ പോട്ടറി ആൻഡ് ഓർണമെന്റ്സ് ഇൻഡിക്കേറ്റിംഗ് എ ബിലീവ് ദാറ്റ് ദിസ് കുഡ് ബി യൂസ്ഡ് ഇൻ ദ ആഫ്റ്റർ ലൈഫ്. ഇവർ ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ ഇവർക്ക് പിന്നീട് ഇനി ആവശ്യം വരും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ കാര്യങ്ങളെല്ലാം വെച്ചിരുന്നത്. ആൻഡ് ജ്വല്ലറി ഹാസ് ബീൻ ഫൗണ്ട് ഇൻ ബെറിയൽസ് ഓഫ് ബോത്ത് മെൻ ആൻഡ് വുമൺ. മെന്നിന്റെയും വുമണിന്റെയും ബെറിയൽ സൈറ്റുകളിൽ ജ്വല്ലറീസും കണ്ടെത്തിയിട്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നു. അത്രയും കാര്യങ്ങളാണ് ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകം ഓർത്തിരിക്കാം. പെൻഷനിന്റെ ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോഴേക്കും ഹാരപ്പൻ സിവിലൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ ഫിലിംസിന് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നു. ഇനി നമ്മുടെ ലാസ്റ്റ് ആർട്ടിക്കിളിലേക്ക് മൂവ് ചെയ്യാണ്. ഷുഡ് ചിൽഡ്രൻ ബി ബാർഡ് ഫ്രം സോഷ്യൽ മീഡിയ? അപ്പം കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്നും അകത്ത് നിർത്തണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യമായിട്ട് മാറിയിരിക്കുന്നത്. ഇത് ഓപ്പൺ എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ആണ്, മീൻസ് അഭിപ്രായങ്ങളാണ് മെയിൻലി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇത് പറയുമ്പോഴാണ് നമ്മുടെ ഇന്ന് കണ്ടക്ട് ചെയ്ത UPSC-യുടെ ഈ പറഞ്ഞ പോലെ എസ് എ പേപ്പറിനകത്ത് മെയിൻസിലെ ഫസ്റ്റ് എസ് എ ഇന്ന് കണ്ടക്ട് ചെയ്ത ഫസ്റ്റ് ദിവസമായിരുന്നു. ഇതിനകത്ത് എസ് എ പേപ്പറിൽ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ടാണ് ഡെയിലി നിങ്ങൾ പത്രം വായിക്കണം എന്നുള്ള കാര്യം പറയുന്നത്? ബിക്കോസ് നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സിനകത്താണെങ്കിലും അല്ലെങ്കിൽ എസ് എ പേപ്പറിലൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് പത്രത്തിൽ നിന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഈ ഒരു ടോപ്പിക്ക് നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്ന സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങളും ദോഷങ്ങളെ കുറിച്ചിട്ടുമാണ്. അപ്പൊ എന്തായാലും നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമുക്ക് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മീൻസ് ക്ലാസ്സിലല്ലാതെ തന്നെ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങളും അതുപോലെ ദോഷങ്ങളും. ആദ്യം നമുക്ക് ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ ഗുണങ്ങളെ കുറിച്ച് പരിശോധിക്കാം. ഒന്നാമത് ഡെമോക്രറ്റൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ. അതായത് പണ്ട് കാലങ്ങളിൽ നമുക്കിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു മൊബൈൽ ഫോണും അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്കൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മാറാനായിട്ട് സാധിക്കും. മൊബൈൽ ഫോണും ഇന്റർനെറ്റ് കണക്ഷൻസും ഉണ്ടെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ പണ്ട് കാലങ്ങളിൽ നമുക്ക് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എവിടുന്നേലും അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്ന് കിട്ടുന്ന കണ്ടന്റ് കേൾക്കുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക എന്ന് മാത്രമേ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഇൻഫർമേഷൻസ് കൂടുതൽ ഡെമോക്രറ്റൈസേഷൻ ചെയ്യാൻ തുടങ്ങി. കൂടുതൽ വിവരങ്ങൾ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് കൈമാറാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു തുടങ്ങി. അതൊക്കെ വന്നത് തീർച്ചയായിട്ടും ഏതിന്റെ സഹായത്തോടു കൂടിയാണ്? സോഷ്യൽ മീഡിയ വന്നതിൽ പിന്നെയാണ്. സോഷ്യൽ മീഡിയ വന്നതിൽ പിന്നെ ഓരോ വ്യക്തികൾക്കും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മാറാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിലൂടെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ യൂട്യൂബ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകളുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഈ പറഞ്ഞ പോലെ ജീവിത മാർഗം അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ, അവരുടെ ജീവനോപാധി എന്നൊക്കെ പറയാൻ സാധിക്കുന്നതിന് ഏതായിട്ട് മാറിയിട്ടുണ്ട്? ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിട്ട് മാറിയിട്ടുണ്ട്. അവരുടെ ഒരു മെയിൻസ് ഇൻകം ഏണിംഗ് മെത്തേഡ് ആയിട്ട് അവർ സോഷ്യൽ മീഡിയ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇത്രയും കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്ത് പൈസ ഏൺ ചെയ്യുന്നു എന്നുള്ളൊരു സിസ്റ്റം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അതല്ലാതെയും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ചിട്ട് ഏൺ ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ആളുകൾ മാറി തുടങ്ങി. ഇറ്റ്സ് എ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. അതിലൂടെ ഈ പറഞ്ഞാൽ പലപ്പോഴും വീടുകളിൽ ഇരുന്നാണെങ്കിലും ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ന്യൂ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കിട്ടി. ദെൻ അടുത്തതാണ് വൈഡർ ആൻഡ് ഹെട്രോജീനിയസ് കമ്മ്യൂണിറ്റീസ്. അതായത് നമ്മുടെ അതേ ആശയങ്ങൾ പിന്തുടരുന്ന ഒരുപാട് കമ്മ്യൂണിറ്റീസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. മറ്റ് സമയങ്ങളിൽ അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഒന്നെങ്കിൽ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആളുകളുമായിട്ട് നമുക്ക് കണക്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ അങ്ങനെയല്ല. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ സിമിലർ ചിന്താഗതിയും അല്ലെങ്കിൽ ആ ഒരു വേ ഓഫ് തിങ്കിങ് ഉള്ള ആളുകളൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ ഐഡിയാസ് ഷെയർ ചെയ്യാനായിട്ടും എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനായിട്ടും ഒക്കെ തന്നെ നമുക്ക് സാധിക്കും എന്നുള്ളതും സോഷ്യൽ മീഡിയയുടെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടുംബങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു, അല്ലെ? ക്ലോസിംഗ് ദ ഡിസ്റ്റൻസ്. ഇന്നിപ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാരെ നമുക്ക് വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവരുമായിട്ട് മെസ്സേജ് അയക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആ ഒരു ഗ്യാപ്പ് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് ആര് സഹായിച്ചു? സോഷ്യൽ മീഡിയ സഹായിച്ചു. ഫ്രണ്ട്സിനെയും ഫാമിലിയും ഒക്കെ തന്നെ ഇപ്പോൾ വാട്സപ്പിലും അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടൊക്കെ ഈ പറഞ്ഞ കണക്റ്റഡ് ആണ്. സോ ഇറ്റ് ഹെൽപ്സ് ടു ക്ലോസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പീപ്പിൾ. ഓക്കെ, ദെൻ ഈ പറഞ്ഞ അടുത്തതാണ് ഗവൺമെന്റുമായിട്ട് കൂടുതൽ നമുക്ക് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെ? ഇപ്പൊ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിന്റെ വിവരങ്ങളാണ് സർക്കാർ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്വിറ്ററിലൊക്കെ ആണെങ്കിൽ ഓരോ ഇപ്പൊ പ്രധാനമന്ത്രി ആണെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ സർക്കാരിന്റെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ തന്നെ ഓൺലൈൻ മീഡിയസിലൂടെ വരുന്നു. അപ്പൊ ഇത് കൂടുതലും ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള ഓൺലൈൻ മീഡിയാസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഡയറക്റ്റ്ലി നമുക്ക് ജനങ്ങൾ ഇപ്പൊ പരാതികൾ പറയാനായിട്ട് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജില്ലാ കളക്ടർമാരൊക്കെ ഈ പറഞ്ഞ പോലെ പരാതികളൊക്കെയാണ് അല്ലെങ്കിൽ പോലീസ് സൂപ്രണ്ടുമാരൊക്കെയാണെങ്കിലും പരാതികൾ നേരിട്ട് ജനങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ സ്വീകരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതൊക്കെയാണ് ഡയറക്റ്റ് ഇന്ററാക്ഷൻ വിത്ത് ഗവൺമെന്റ് ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇത്രയും അഡ്വാൻറ്റേജസ് സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ ചലഞ്ചസ് ഉണ്ട്, അല്ലെ? ഒരു പോയിന്റ് രണ്ട് ഫേസ് പോലെയാണ്. അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ചലഞ്ചസ് ആണ് ഹെയ്റ്റ് സ്പീച്ചസ്, റൂമേഴ്സും. അതായത് ഇത്രത്തോളം ആളുകൾ ഇതിൽ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഫേക്ക് ന്യൂസ് അത് കാട്ടുതീ പോലെ വളരെ സ്പീഡ് അപ്പ് ആയിട്ട് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്തു പോകും. ഫേക്ക് ന്യൂസുകൾ, ഫേക്ക് ന്യൂസുകളൊക്കെ പലപ്പോഴും വരുമ്പോഴേക്കും ഇതിലൂടെ ഹെയ്റ്റ് സ്പീച്ചുകൾ, ഐ മീൻ വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ പോലെ സ്പീച്ചുകൾ പടരാനുള്ള സാധ്യതയുണ്ട്. ഇതിലൂടെ പലപ്പോഴും വൾഗർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ മോർഫ് ചെയ്യപ്പെട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നതിലൂടെ വുമൺ സേഫ്റ്റിയും അതിനകത്തൊരു കൺസേൺ ആയിട്ട് നമുക്ക് പറയാം. വുമൺ ആസ് വെൽ ആസ് മെയിൽ സേഫ്റ്റി ഒക്കെ തന്നെ നമുക്ക് അവിടെ കൺസേൺ ആയിട്ട് പറയാൻ സാധിക്കുന്നതാണ്. ഇത്രയും ചലഞ്ചസും ഈ പറഞ്ഞ മെയിൻ പറയുകയാണെങ്കിൽ ഹെയ്റ്റ് സ്പീച്ച്, റൂമേഴ്സ്, അതുപോലെ തന്നെ വൾഗറും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫേക്ക്ഡ് ആയിട്ടുള്ള വീഡിയോസും പിക്ചേഴ്സ് ഒക്കെ ഇതിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു. അതിലൂടെ സേഫ്റ്റിയുടെ കൺസേൺസ് ആണ് പ്രധാനമായിട്ട് നമുക്ക് ചലഞ്ചസ് ആയിട്ടും പറയാനായിട്ടുള്ളത്. അപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ചലഞ്ചസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ DNA ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഇതാണ് പ്രിലിംസിന്റെ MCQ ആണ്. ഇവിടെ നൽകിയ ഒരു പാരഗ്രാഫ് ആണ്. ഈ ഒരു പാരഗ്രാഫിലൂടെ നമുക്ക് ഈ പാരഗ്രാഫിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒരു പ്രധാനപ്പെട്ട സൈറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ട് അത് ഏത് ഇൻഡസ് വാലി സൈറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അത് മോഹൻജദാരോ ആണോ, രാഖി ഗർഗിയാണോ, ധോളാവീരി ആണോ, ഗാൻവേരി വാലയാണോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്